പെരിന്തൽമണ്ണക്കടുത്തുള്ള കാര്യവട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഹക്കീം തങ്ങളുടെ കൂടെ ഉണ്ടോ ഞാനുള്ളത്. ഒരു ഹെയർ ഓയിലിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അകാല നിര, താരന്, അതേപോലെ മുടി കൊഴിച്ചില്, മുടി പൊട്ടിപ്പോവുക, അതേപോലെ മൈഗ്രെയിന് തങ്ങൾ 25 വർഷത്തോളം ആയിട്ട് കൊടുത്തോണ്ടിരിക്കുന്ന എണ്ണ കേട്ടോ. നല്ല റിസൾട്ട് ഉള്ള ഒരു ഹെയർ ഓയിലാണ്. നമ്മൾ എത്ര വർഷമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഓയിൽ? ഇത് 25 വർഷമായിട്ട് ഞാനൊരു ക്ലിനിക്ക് നടത്തുന്നുണ്ട്. അപ്പോൾ ആ ക്ലിനിക്കിൽ ഒരു 25% മരുന്നുകൾ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് ഹെയർ ഓയിൽ. ഹെയർ ഓയിലിന് ഞങ്ങള് പാരമ്പര്യ ഹെയർ ഓയിൽ എന്നായിരുന്നു ഇതിന്റെ പേര്. പിന്നെ ഞങ്ങളൊന്ന് ലോപിച്ചിട്ട് TBR കേശരാജ ഹെയർ ഓയിലിന് ഇതിന് പേര് വെച്ചു. പാരമ്പര്യമായിട്ട് എന്റെ ഉമ്മ അതുപോലെ വല്യപ്പമാരായിട്ടൊക്കെ പച്ചമരുന്നുകൾ തൊടിയിൽ നിന്നും പറിച്ചെടുത്തിട്ടാണ് 43ഓളം പച്ചമരുന്നുകൾ ഇതിൽ ചേർത്തിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. യാതൊരുവിധ ഒരു കെമിക്കൽസും ഇല്ല. ഞങ്ങൾ കൊപ്പര ഞങ്ങൾ തന്നെ വാങ്ങിയിട്ട് ഞങ്ങൾ തന്നെ ആട്ടിയെടുക്കുന്ന എണ്ണയാണ്. അതിൽ ഒരു കെമിക്കൽസും ഒരു പ്രിസർവേറ്റീവോ അല്ലെങ്കിൽ മറ്റോ ഒന്നും കൂട്ടാതെ. ഇവിടെ നമ്മൾ കുറെ പച്ചമരുന്നുകൾ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? മെയിനായിട്ട് ഇതിൽ നീലാമരി, കഞ്ഞുണ്ണി, അതുപോലെ കറ്റാർവാഴ, മൈലാഞ്ചി, പിന്നെ 43 പരം മരുന്നുകളുണ്ട്. ഇതാണ് രഹസ്യ മരുന്നുകൾ. പിന്നെ കുറെ പൊടിമരുന്നുകളുണ്ട്. അത് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത മരുന്നുകളാണ്. നമുക്കിപ്പോ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അവർ എവിടുന്നാണ് വാങ്ങിക്കാൻ പറ്റുക? എങ്ങനെയാണ് കാര്യങ്ങൾ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഒരു ഫാർമസി 25ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ നടത്തി വരുന്ന ഫാർമസി പെരിന്തൽമണ്ണയുണ്ട്. ആ പെരിന്തൽമണ്ണയിൽ നിന്ന് തങ്ങൾ ഫാർമസി പെരിന്തൽമണ്ണയിൽ നിന്ന് വാങ്ങിക്കാം. അതുപോലെ ഡയറക്റ്റ് ആയിട്ട് ഈ എണ്ണ തന്നെ TBR കേശരാജ ഹെയർ ഓയിൽ പറഞ്ഞു വാങ്ങണം, എന്നാലേ ഇത് കിട്ടുള്ളൂ. വേറെ പേരുകളിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഓൺലൈൻ പർച്ചേസിംഗ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. വാട്സാപ്പിലൂടെ കോൺടാക്ട് ചെയ്തുകൊണ്ട്. നമ്മളിതിപ്പോ മെയിൻ ആയിട്ട് എന്തിനൊക്കെയാണ് ഇത് കൊടുത്തോണ്ടിരിക്കുന്നത്? മെയിനായിട്ട് ഇത് പേന്, ഈര്, പേൻ ശല്യം, ഈരിന്റെ ശല്യം, താരന്റെ ശല്യം. അതുപോലെ ചില ആളുകൾക്ക് മുടി ജടക്കുത്തിക്കൊണ്ട്, ചില ആളുകൾക്ക് ഏത് എണ്ണ തേച്ചാലും നീരിറങ്ങിയിട്ട് തലവേദന, മൈഗ്രെയിന്, അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ വരാറുണ്ട്. എന്നാൽ ഇതിൽ നാച്ചുറലായിട്ടുള്ള മരുന്നുകളാകൊണ്ട് അതൊന്നും ഉണ്ടാവുകയില്ല എന്ന് 100% ഗ്യാരണ്ടി ഉറപ്പ് കൊടുക്കാം. അതുപോലെ തന്നെ അകാല നിര, ഒരു 45 വയസ്സ് വരെയുള്ള ആളുകൾക്കുള്ള അകാല നിര, അതുപോലെ കഷണ്ടിയായി പോകല്, മുടി കൊഴിച്ചില്, നെറ്റിത്തടം കയറി പോകല്, മുടി പൊളിഞ്ഞു പോകല്, തല ചൊറിച്ചില്, സുഖമായ ഉറക്കം കിട്ടാനും ഇത് വളരെ ഫലപ്രദം ചെയ്യും. ഇതിന് ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ 1 വയസ്സ് മുതൽ പിന്നെ എത്ര പ്രായമായ ആളുകൾക്ക് ഉപയോഗിക്കാം. ചെറിയ കുട്ടികൾ മുതൽ വയസ്സായവർക്ക് വരെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. അതിലുള്ള പച്ചമരുന്നുകളാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല. നീര് ഇറങ്ങാതിരിക്കാൻ നമ്മളെ പനിക്കൂർക്കല് അതുപോലെയുള്ള മരുന്നുകളും കുറെ ചേർത്തിട്ടുണ്ട്. നീര് ഇറങ്ങാതിരിക്കാൻ കരിഞ്ജീരകം, പനിക്കൂർക്കല് ഇതുപോലെയുള്ളതൊക്കെ പ്രധാന ചേരുവകളാണ്. മരുന്നിന്റെ തുടക്കം ഇവിടുന്നാണ്. ഇവിടെ പച്ചമരുന്നുകൾ ചെറുതായിട്ട് കൊത്തിയിട്ട് രഹസ്യമരുന്നുകൾ, പൊടിമരുന്നുകൾ അത് ഇവർക്ക് തന്നെ പറഞ്ഞു കൊടുക്കൂല. അത് നമ്മളെ രഹസ്യമാണ്. അപ്പൊ അത് നമ്മൾ ചെറുതായി അരിഞ്ഞിട്ട് പിന്നെ അതിൻ്റെതായ മിക്സി ജാറുകളൊക്കെ ഉണ്ട്, അതിലിട്ട് അരച്ചെടുത്തിട്ട് അതിന്റെ സ്വരസം പിഴിഞ്ഞെടുത്ത് പിന്നെ അത് എണ്ണ തിളച്ചതിന് ശേഷം അതെല്ലാം അതിലേക്ക് ഒഴിക്കും. എന്നിട്ട് ഒരു ദിവസം 4 മണിക്കൂർ, പിറ്റേ ദിവസം ഒരു മണിക്കൂർ, പിറ്റേ ദിവസം ഒരു അരമണിക്കൂർ, പിന്നെ ഒരു ദിവസം അങ്ങനെ വെച്ച് അത് ആറിയതിന് ശേഷം അത് അരിച്ചെടുത്ത് പിന്നെ ഞങ്ങൾ കുപ്പിയിലാണ് ബോട്ടിലാക്കും. പിന്നെ ഇതിന്റെ ശേഷം ഞങ്ങൾക്ക് ഷാമ്പു, ഇതിന്റെ തന്നെ ഷാമ്പു ഉണ്ട്, അലോവേര ഷാമ്പു ഉണ്ട്. ഉണ്ടായിക്കൊണ്ടിരിക്കും. തങ്ങൾ പാരമ്പര്യ ചികിത്സകനാണ്. തങ്ങളുടെ വീട്ടിലും അതേപോലെ തന്നെ ഫാർമസിയിലൊക്കെ കൊടുത്തോണ്ടിരിക്കുന്ന ഹെയർ ഓയിലാണ്. നല്ല റിസൾട്ട് ഉള്ള, നിലവിൽ കൊടുത്തോണ്ടിരിക്കുന്നവർക്ക് നല്ല റിസൾട്ട് പറയുന്ന ഒരു ഹെയർ ഓയിലാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഹെയർ ഓയിൽ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതല്ലെങ്കിൽ പെരിന്തൽമണ്ണയുള്ള തങ്ങൾ ഫാർമസിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് വാങ്ങിക്കാവുന്നതാണ്.